നമസ്കാരം പ്രിയപ്പെട്ടവരെ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിൽ എത്തുന്ന നിമിഷങ്ങളാണിത്. വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ലോകം ഈ സന്ദർശനത്തിന് വീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഗസ വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ സൗദി സന്ദർശനത്തെ കാണുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. അതിന് ഏറ്റവും ഉപോത്ഫലമായ ഘടകമെന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് സൗദിയിലെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഗസയിൽ ഹമാസിൻ്റെ പിടിയിലുണ്ടായിരുന്ന അമേരിക്കൻ പൗരനായ ഏദൻ അലക്സാണ്ടർ മോചിപ്പിക്കപ്പെടുന്നു എന്നതാണ്. അത് ഈ ബാക്ക്ഡോർ ഡിപ്ലോമസി, അമേരിക്കയും ഹമാസും തമ്മിലൊരു ബാക്ക്ഡോർ ഡിപ്ലോമസി നടന്നിട്ടുണ്ടോ എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ ഉയർന്നതിന് കാരണമായിട്ടുണ്ട്. ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ സന്ദർശനം അത് ഫലസ്തീൻ ഒരു പൂർണ്ണ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് പോയില്ലെങ്കിലും അങ്ങനെ നടന്നേക്കാമെന്ന് ചില ഇടങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ചില പത്രങ്ങളും ഗൾഫ് പത്രങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ കൂടി സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഫ്രെയിം വർക്കുകൾ അല്ലെങ്കിൽ അത് ഭാവിയിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ സംഭവിക്കാനാവശ്യമായിട്ടുള്ള ഫ്രെയിം വർക്കുകൾ, നയതന്ത്ര ചർച്ചകളൊക്കെ സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലൊക്കെ നടക്കും എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അതിന് അവർ കുറച്ച് ഉദാഹരണങ്ങൾ എടുത്തു വെച്ച് വിശകലനം ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഈ ഡൊണാൾഡ് ട്രംപ് സൗദിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഗസയിൽ ഹമാസിന്റെ പിടിയിലുണ്ടായിരുന്ന അമേരിക്കൻ മന്ത്രി ഏദൻ അലക്സാണ്ടർ മോചിപ്പിക്കപ്പെടുന്നു. മറ്റൊന്ന്, ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദിയിലെത്തിയാൽ സൗദിയുമായിട്ട് നയതന്ത്ര ബന്ധങ്ങൾ വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒപ്പം അവരുടെ വ്യാപാരപരമായ ചർച്ചകളും പിന്നെ ഗസ, യമൻ അതുപോലെയുള്ള പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളുമൊക്കെ ചർച്ച ചെയ്യും. അതിനുശേഷം നാളെ അറബ് അമേരിക്കൻ ഉച്ചകോടി നടക്കുന്നുണ്ട് എന്നത് വലിയ പ്രാധാന്യത്തോടുകൂടി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. ഇന്ന് നടന്ന ചർച്ചയുടെ ക്രോഡീകരണം നാളെ അറബ് അമേരിക്കൻ ഉച്ചകോടിയിൽ പ്രതിഫലിക്കും എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വിശകലനങ്ങൾ വരുന്നത്. പ്രത്യേകിച്ചും ഈ ഉച്ചകോടിയിലേക്ക് ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന് ക്ഷണം ഉണ്ട് എന്നത് വലിയ ഒരു ഇമ്പോർട്ടൻസ് ആയി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് നയിച്ചേക്കാം എന്നൊരു വിശകലനം കൂടി പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഹമാസ് അവർ പൂർണ്ണമായും ഗസയുടെ ഭരണത്തിൽ നിന്ന് വിട്ടുനിൽക്കാം എന്ന ഉപാധി സ്വീകരിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട്. അതായത് ഹമാസ് പൂർണ്ണമായും ഗസയുടെ ഭരണത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഒരു പൂർണ്ണ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിൻ്റെ രൂപകൽപ്പനയ്ക്ക് വേണ്ടി മുന്നോട്ട് വരുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനം ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ സന്ദർശന വേളയിൽ ഉണ്ടായിരിക്കാം എന്ന ഒരു നിഗമനം തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും സൗദി അറേബ്യ അവരുടെ നിലപാടുകളിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കുന്നില്ല. നേരത്തെ ജോ ബൈഡൻ ഭരണകൂടം അമേരിക്കയിൽ നിലവിലുണ്ടായിരുന്ന സമയത്ത് സൗദി അറേബ്യക്ക് നൽകിയിരുന്ന നിർദ്ദേശം ഈ ആയുധ കരാറും അല്ലെങ്കിൽ അതുപോലെ ആണവായുധ ടെക്നോളജിയും ഒക്കെ സൗദി അറേബ്യക്ക് കൈമാറണമെങ്കിൽ ഇസ്രായേലുമായിട്ട് ഒരു പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിക്കണമെന്നാണ്. പക്ഷേ സൗദി അറേബ്യ അത് തള്ളിക്കളയായിരുന്നു. സൗദി അറേബ്യ പറഞ്ഞത് ഖുദ്സ് കേന്ദ്രമാക്കി വെസ്റ്റ് ബാങ്കും ഗസയും ഒക്കെ ഭാഗമായ ഒരു പൂർണ്ണ ഫലസ്തീൻ രാജ്യത്തിൻ്റെ പ്രഖ്യാപനത്തിനപ്പുറം അത് സാധ്യമാക്കിയാൽ മാത്രമേ ഇസ്രായേലുമായിട്ടൊരു സൗഹൃദ ബന്ധത്തിന് അല്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തിന് സൗദി മുന്നോട്ട് വരുമെന്ന്. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായിട്ടുള്ള ആയുധ കരാറൊക്കെ ബൈഡൻ ഭരണകാലത്ത് നടപ്പാക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു. ഇസ്രായേലുമായിട്ട് ഒരു നയതന്ത്ര ബന്ധത്തിന് സൗദി മുതിരാതെ തന്നെ ഇപ്പോൾ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ സൗദിയും അമേരിക്കയും തമ്മിൽ ഉടലെടുക്കുന്നു എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും ആണവ സഹകരണ കരാർ ഉണ്ടാകുമെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരികയാണ് ഈ സന്ദർശനത്തിന്റെ സമയത്ത്. അതുപോലെ $100 ബില്യൺ ആയുധങ്ങൾ, എയർക്രാഫ്റ്റ് കാരിയറും പ്രതിരോധ മിസൈലുകളും ഉൾപ്പെടെ സൗദിക്ക് അമേരിക്ക കൈമാറും എന്ന രീതിയിലുള്ള വാർത്തകളുമൊക്കെ പുറത്തു വരുമ്പോൾ ഡൊണാൾഡ് ട്രംപ് ഈ നേരത്തെ ഉണ്ടായിരുന്ന ജോ ബൈഡൻ ഭരണകൂടത്തെക്കാൾ കൂടുതൽ ദൃഢമായ ബന്ധം സൗദി അറേബ്യയുമായി ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഗസ
വെസ്റ്റ് ബാങ്കുമൊക്കെ ഉൾപ്പെട്ട ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് $1 ട്രില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ സൗദി അറേബ്യ ഈ കരാറുകൾക്കൊക്കെ പ്രത്യുപകാരമായി അമേരിക്കയിൽ നിക്ഷേപിക്കും എന്ന വാർത്തയും കൂടി പുറത്തു വരികയാണ്. അതായത് ഇസ്രായേലിനെ പൂർണ്ണമായും പരിത്യജിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ സൗദിക്കൊപ്പം നിന്നുകൊണ്ട് അമേരിക്ക സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തിൻ്റെ ഫ്രെയിം വർക്കുകൾ, ഒരുപക്ഷെ പൂർണ്ണമായും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനം ഈ അവസരത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എങ്കിലും അതിനാവശ്യമായുള്ള ഫ്രെയിം വർക്കുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ലോകം ശുഭപ്രതീക്ഷയോടുകൂടി കാണുന്നത്. അതിന് ഏറ്റവും ഉദാഹരണമായി അവർ എടുത്തു വയ്ക്കുന്ന കുറച്ചു കാര്യങ്ങളുണ്ട്. ഒന്ന്, ഐദൻ അലക്സാണ്ടറുടെ മോചനം ഡൊണാൾഡ് ട്രംപ് സൗദിയിലെത്തുന്നതിന് തൊട്ട് മുമ്പ്, ഒപ്പം മഹമ്മൂദ് അബ്ബാസ് എന്ന് പറയുന്ന ഫലസ്തീൻ പ്രസിഡന്റിനെ അറബ് ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഹമാസ് പൂർണ്ണമായും ഗസയുടെ നിയന്ത്രണം വിട്ട് മാറിക്കൊണ്ട്, അഥവാ ഹമാസ് ഗസയിൽ നിന്ന് അവരുടെ അധികാരം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പൂർണ്ണ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് അറബ് ഉച്ചകോടി എത്തും എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ വിശകലനങ്ങൾ നടത്തുന്നുള്ളത് എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിലനിൽക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ട്രംപ് സൗദിയിലെത്തുന്നത് തീർച്ചയായും ഗസയെ സംബന്ധിച്ച് ശുഭദായകമാണ്, ശുഭപ്രതീക്ഷ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും ഇരു പ്രദേശങ്ങളിലെയും അറബ് രാജ്യങ്ങളിലെയും അതുപോലെ തന്നെ ജൂത സയനിസ്റ്റ് ലോബിയും ദ്വിരാഷ്ട്രവാദത്തെ എതിർക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഇസ്രായേലിനെ അംഗീകരിക്കുവാൻ തീവ്ര അറബ് ദേശീയതയുള്ള ആളുകളും, ഒപ്പം ഈ ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുവാൻ ജൂത സയനിസ്റ്റ് ലോബികളും തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കോംപ്രമൈസിൻ്റെ, പരസ്പര സഹകരണത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് വരുന്നത് വളരെ ആശ്വാസമാണ്. ഫലസ്തീനും ഇസ്രായേലും പരസ്പരം സഹകരിച്ചുകൊണ്ട് മാത്രമേ, രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ലോകവും ആ പ്രദേശവും സമാധാനപൂർണ്ണമായി വർദ്ധിക്കൂ എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു എന്നത് തന്നെ വലിയ കാര്യമാണ്. കാരണം ഇനി അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. പരസ്പരം ആദർശങ്ങളും മതങ്ങളുമൊക്കെ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകുവാൻ കഴിയൂ എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ ഈ പശ്ചിമേഷ്യയിലെ ഭരണാധികാരികൾ ചെയ്യുന്നത് വലിയ ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആ രാജ്യങ്ങളിലെ ഭരണാധികാരി വളരെ ക്രിയാത്മകമായി ചിന്തിക്കുകയും അത്തരം ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന ആളുകളാണ് എന്നതിൽ സംശയമില്ല. അപ്പോൾ സൗദിയും UAEയും ഖത്തറുമൊക്കെ ലോക സമ്പദ് വ്യവസ്ഥയിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്നത് ഇപ്പോൾ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന് കാരണമാകുന്നു എന്നത് യാഥാർത്ഥ്യമായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.